എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവ്ജോത് ഖോസ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ. നമ്മുടെ ജില്ല ഇപ്പോൾ കോവിഡിൻ്റെ മൂന്നാമത്തെ തരംഗത്തിലെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3 ആഴ്ചയായി കോവിഡിൻ്റെ 3rd വേവാണ് ജില്ലയിലെ ഇപ്പോൾ വന്നെത്തി. നമ്മുടെ ടോട്ടൽ ആക്റ്റീവ് കേസസ് ജില്ലയിലെ ഏകദേശം 48,000 ഡെയിലി പുതിയ കേസസ് നമുക്ക് ഇപ്പോൾ 8,000-9,000 കേസസ് കിട്ടുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഭയൻ്റെ ആവശ്യമില്ല, ആശങ്കയുടെ ആവശ്യമില്ല, ആവശ്യമാണ് ജാഗ്രത. നമ്മൾ ഈ മൂന്നാമത്തെ തരംഗമിലെ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ്, കൺവേർജൻ റേറ്റ്സ് ആണ് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോവിഡിൻ്റെ ഫസ്റ്റ് വേവിലെ സെക്കൻഡ് വേവിലെ നമ്മൾ TPR നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് കൊറിയ ഡിസിഷൻസ്, കൊറിയ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഈ തവണ മൂന്നാമത്തെ വേവിൻ്റെ രൂപം അനുസരിച്ച് എത്രത്തോളം ആൾക്കാർ, എത്ര ശതമാനം ആൾക്കാർ ഹോസ്പിറ്റലൈസേഷൻ തേടുന്നുണ്ട്, ഹോസ്പിറ്റൽ ബെഡിൻ്റെ ആവശ്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രിപ്പയർഡ്നെസ് ചെയ്യുന്നുണ്ട്. ഈ കോവിഡിൻ്റെ 3rd വേവിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ആദ്യ 2 വേവിൻ്റെ പോലെ തന്നെയാണ്. കുറച്ച് ആൾക്കാർക്ക്, മിക്കവാറും ആൾക്കാർക്ക് മൈൽഡ് സിംറ്റമാണ് വരുന്നുണ്ട്. ആ മൈൽഡ് സിംറ്റം ഉള്ള ആൾക്കാർക്ക് നമ്മൾ കാറ്റഗറി A പേഷ്യൻ്റാണ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ആൾക്കാർ ഈ യങ് പോപ്പുലേഷൻ ഈ കാറ്റഗറിയിലെയാണ്. ഈ എല്ലാ ആൾക്കാർക്ക് ലക്ഷണങ്ങൾ വന്നപ്പോൾ, കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് വന്നപ്പോൾ ഹോം ഐസൊലേഷനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ആയിരിക്കണം, സെൽഫ് ഐസൊലേറ്റ് ചെയ്യണം, സിംറ്റംസ് മോണിറ്റർ ചെയ്യണം. നിങ്ങൾ കുറച്ച് ദിവസമില്ലേ വീണ്ടും സ്വസ്ഥമാക്കിയിട്ട് പുറത്ത് നിങ്ങളുടെ എല്ലാ ജോലികൾ ചെയ്യുക. രണ്ടാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി B. ഈ കാറ്റഗറി B ഉള്ള ആൾക്കാർക്ക് നമ്മൾ മോഡറേറ്റ് സിംറ്റം ഉള്ള ആൾക്കാരാണ് പറയാനുണ്ട്. ഇതിൽ മിക്കവാറും നമ്മുടെ മറ്റ് രോഗങ്ങൾ ഉള്ളവർ ആൾക്കാരാണ്, പ്രായമുള്ള ആൾക്കാരാണ്, ഗർഭിണികളാണ്. ഇതാണ് കാറ്റഗറി B. ഈ മോഡറേറ്റ് ലക്ഷണമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡോക്ടറായിട്ട് ഒരു നിയന്ത്രണം, ഡോക്ടറായിട്ട് ഒരു റെഗുലറായിട്ട് ഡിസ്കഷൻ വേണം, അഡ്വൈസ് വേണം. ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടിക്കണം. മൂന്നാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി C. അതൊരു സിവിയർ കാറ്റഗറിയുള്ള ആൾക്കാരാണ്. കൂടുതൽ പ്രായമുള്ള ആൾക്കാർ, രോഗബാധ്യത ഉള്ള ആൾക്കാർ, ലങ്സിൻ്റെ പ്രശ്നമുണ്ട്, ക്യാൻസറിൻ്റെ ഇഷ്യൂ ആണ്, പൂർണ്ണമായ രീതിയിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വേറെ രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സ നേടുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ICU, വെന്റിലേറ്റർ, ഓക്സിജൻ്റെ ഇഷ്യൂ ആണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതാണ് കാറ്റഗറി C. നമ്മുടെ ജില്ലയിലെ ഇപ്പോൾ ഏകദേശം 4-5 ദിവസമായി നമ്മൾ നമ്മുടെ കണക്ക് നോക്കുമ്പോൾ ചെറിയ തോളം വർധന ഹോസ്പിറ്റലൈസേഷൻസിൽ നമ്മൾ നോക്കുന്നുണ്ട്. കാറ്റഗറി B ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങൾ തേടുന്നുണ്ട്. ഈ മൂന്നാമത്തെ തരംഗമിൻ്റെ ആദ്യ ഘട്ടത്തിലെയാണ് കൂടുതൽ യങ് പോപ്പുലേഷൻ, ഹെൽത്തി പോപ്പുലേഷൻ തന്നെയാണ് കാറ്റഗറി A സിംറ്റംസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് കാറ്റഗറി B ഉള്ള ആൾക്കാർക്ക് ചെറിയ തോളം വർധന ഉണ്ട്. ഈ മൂന്നാമത്തെ തരംഗമിലെ പ്രഗ്നൻറ്റ് വിമനിലെ ഓൾസോ നമ്മൾ നോക്കുന്നുണ്ട്, കൂടുതലായിട്ട് പോസിറ്റിവിറ്റി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമില്ലേ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കാൻ വളരെ ഒരു പ്രാധാന്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നാമത്തെ 2ാമത്തെ തരംഗിൻ്റെ വ്യത്യസ്തരായാണ് ഈ മൂന്നാമത്തെ തരംഗം. ഈ തരംഗമിൽ നമുക്ക് സമ്പൂർണ്ണമായ രീതിയിൽ ലോക്ക്ഡൗണിൽ പോകാനുള്ള ആവശ്യം ഇല്ല. നമ്മൾ എന്താണ് ആവശ്യം? സ്വയം നിയന്ത്രണമാണ് ആവശ്യം. നമ്മൾ കോവിഡിൽ നിന്ന് സ്വയമിനെ സംരക്ഷിക്കണം, നമ്മുടെ കുടുംബനെ സംരക്ഷിക്കണം. ഒരു തവണ ഒരു ഹെൽത്തി യങ് ഉള്ള ആൾക്കാർക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ സംരക്ഷണത്തായി ഇല്ലെങ്കിൽ, നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫെക്ഷൻ പ്രായമുള്ളവർക്ക് പാസ് ഓൺ ചെയ്യും, ഗർഭിണികൾക്ക് പാസ് ഓൺ ചെയ്യും. അവിടെയാണ് നമുക്ക് പ്രശ്നം വരാനുള്ള സാധ്യത. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം, നമുക്കൊരു സിംറ്റം വന്നപ്പോൾ, ഒരു ലക്ഷണങ്ങൾ വന്നപ്പോൾ, ഇപ്പോൾ എല്ലാവർക്കും 2 വർഷമായി അറിയാം, ഒരു ബോഡി ഫീവർ, ബോഡി ഏക്ക്, സോർ ത്രോട്ട്, ജലദോഷം, തൊണ്ടുവേദന, അങ്ങനെയുള്ള ആൾക്കാർ വന്നപ്പോൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണം.
ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ആയിരിക്കണം, വീട്ടിൽ തന്നെ ഇരിക്കണം. പലപ്പോഴും ആൾക്കാർ നമ്മൾ നോക്കുന്നുണ്ട്, യങ് പോപ്പുലേഷൻ ആയിട്ട് അവർ നോക്കുന്നുണ്ട്, ഒരു ചെറിയ മാത്രമേ ഒരു ജലദോഷമുണ്ട്, തൊണ്ടുവേദന ഉണ്ട്, അതുകൊണ്ട് ആർക്ക് പരരുത് പുറത്ത് പോകുന്നുണ്ട്. അതൊരു ശരിയായ കാര്യങ്ങൾ ഇല്ല. നിങ്ങൾ പോസിറ്റിവിറ്റി കിട്ടുമ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുക. മെഡിക്കൽ ഓഫീസറിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ വെക്കണം, ആശാ വർക്കറിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ വെക്കണം. നമ്മുടെ ജില്ലാ ഭരണമിൻ്റെ ഒരു വാർ റൂമാണ്, അതിൻ്റെ പേര് DPMSU ആണ് നമ്മൾ പറയുന്നുണ്ട്. ആ DPSUൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഈ എല്ലാ നമ്പർ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രസ് റിലീസ് വഴി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളുടെ സിംറ്റംസ് മോണിറ്റർ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ഓക്സിജൻ സാച്ചുറേഷൻ, അല്ലെങ്കിൽ ബ്രീതിങ്ങിലെ ശ്വാസത്തിനായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അതുകൊണ്ട് വീട്ടിൽ തന്നെ പൾസ് ഓക്സിമീറ്റർ വേണം. പൾസ് ഓക്സിമീറ്റർ വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ ആശാ വർക്കറായിട്ട് സംസാരിച്ചിട്ട് ആശാ വർക്കർ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പൾസ് ഓക്സിമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് പറയും. 93, 94, 95 അങ്ങനെയുള്ള പൾസ് ഓക്സിമീറ്ററിലെ റീഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആയിരിക്കാൻ വേണ്ടി പ്രശ്നമില്ല. 93 ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6 മിനിറ്റ് നടത്തുന്ന ശേഷം വീണ്ടും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പോൾ 93 താഴെ വരെയാണെങ്കിൽ ഡോക്ടറിനെ ഫോണായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം ആ ഘട്ടത്തിലെ മാത്രമേയാണ്. അതിന് മുമ്പ് പോസിറ്റിവിറ്റി നോക്കുമ്പോൾ മാത്രമേ നേരിട്ട് ഹോസ്പിറ്റൽസിലെ ആശുപത്രിയിലെ പോകാനുള്ള ആവശ്യമില്ല. പോകാനിൻ്റെ മുമ്പ് നിങ്ങൾ DPMSUവിലെ നമ്മുടെ ജില്ലാ ഭരണമിൻ്റെ കോവിഡ് വാർ റൂമിൻ്റെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് ഏത് ആശുപത്രിയിൽ പോകണം ആ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആശുപത്രിയിൽ പോകണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ട് ബാക്കി കുടുംബത്തിൻ്റെ ആൾക്കാർക്ക് ഈ പ്രശ്നം വരാറത് ആ നമ്മൾ പൂർണ്ണമായ രീതിയിൽ നോക്കണം. ജില്ലാ ഭരണമിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടുമുണ്ട്. എല്ലാ ഹോസ്പിറ്റൽ പ്രിപ്പയർഡ്നെസ്, ഹോസ്പിറ്റൽ ബെഡിൻ്റെ പ്രിപ്പയർഡ്നെസ്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രിപ്പയർഡ്നെസ്, കൂടുതലായിട്ട് സെക്കൻഡറി ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നമ്മൾ ജില്ലയിലെ ഏർപ്പാടാക്കിയതാണ്. ജനറൽ ആശുപത്രി ഉൾപ്പെടെ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് വരെ പ്രൈവറ്റ് ആശുപത്രിയുടെ സഹയോഗം കൂടി, പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ ജില്ലയിലെ എല്ലാവർക്കും ആവശ്യം അനുസരിച്ച് മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഈ സ്വയം നിയന്ത്രണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്, നാളെ ശനിയാഴ്ച ഉണ്ട്. മിക്കവാറും ആൾക്കാരെൻ്റെ മനസ്സിൽ കുറേ പ്രോഗ്രാം ആയിരിക്കും. നമ്മൾ ഇന്ന് ബീച്ചിൽ പോവാം, സിനിമ കാണാൻ വേണ്ടി പോവാം, ഒരു തീം പാർക്കിൽ പോവാം, ടൂറിസ്റ്റ് ഏരിയയിൽ പോവാം, മാളിൽ പോവാം. ഇത് ഈ ഘട്ടത്തിലെ അനാവശ്യമായ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന ആണ്, നമ്മൾ ജോലിത്തിനായി പോകണം, ഓഫീസിൽ പോകണം, നമ്മൾ ലോക്ക്ഡൗൺ ചെയ്യുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തണം. പക്ഷേ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തു പോവുക. ബാക്കി എല്ലാ പാർട്ടീസ് ആയാലും, ഗെറ്റ് ടുഗെദർ ആയാലും, ടൂറിസ്റ്റ് പ്ലേസ് ആയാലും, സിനിമ ആയാലും, ഷോപ്പിങ്ങിന് വേണ്ടി പോയാലും അടുത്ത 2 ആഴ്ചത്തിനായി അനാവശ്യമായ കാര്യങ്ങൾ എല്ലാം മാറ്റിവെക്കുക. ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ഹോസ്പിറ്റൽ റേറ്റ്സ് നോക്കിയിട്ട്, ICUവിൻ്റെ ഓക്യുപ്പൻസി നോക്കിയിട്ട് നമ്മൾ കാറ്റഗറി Bയിലെയാണ്. കാറ്റഗറി B ജില്ലയിലെ തിരുവനന്തപുരമിലെ നമ്മൾ പൂർണ്ണമായ രീതിയിൽ എല്ലാ ഗ്യാതറിങ്സ്, ഫങ്ഷൻസ്, പബ്ലിക് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തതാണ്, പ്രൊഹിബിറ്റ് ചെയ്തതാണ്. അതിനോടൊപ്പം മാരേജസ് ആൻഡ് ഫ്യൂണറൽസിലെ, കല്യാണങ്ങളിലെ, മരണച്ചടങ്ങിലെ 20 ആൾക്കാർ മാത്രമേ പരമാവധി നമ്മൾ അനുവദിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. സ്കൂളിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, 9 ക്ലാസ് വരെ നമ്മൾ ഇന്നു മുതൽ സ്കൂൾ ക്ലോസ് ഡൗൺ ചെയ്തതാണ്. അടുത്ത 2 ആഴ്ചത്തിനായി 10th ക്ലാസ്, 11th ക്ലാസ് ആൻഡ് 10th ക്ലാസ്സിന് വേണ്ടി കോളേജസ് ഉൾപ്പെടെ നമ്മൾ അലൗ ചെയ്തതാണ്. സ്പെഷ്യൽ ബഡ് സ്കൂളിലെ നമ്മൾ പെർമിഷൻ കൊടുത്തതാണ്. പക്ഷേ എവിടെയൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഒരു ക്ലസ്റ്റർ വന്നപ്പോൾ പെട്ടെന്ന് അടിക്കാൻ വേണ്ടി ഓൾസോ നിർദ്ദേശം കൊടുത്തതാണ്. മോൾസിലെ പ്ലേ ഏരിയക്ക് വേണ്ടി നമ്മൾ ആൾക്കാർക്ക് പോകാറത് അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തതാണ്.
അതിൻ്റെ ഒപ്പം നമ്മൾ വാക്സിനേഷൻ്റെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കണം. നമ്മുടെ ജില്ലയിലെ ഫസ്റ്റ് ഡോസ് 100% അർഹതയുള്ളവർക്കും നമ്മൾ കൊടുത്തതാണ്. പൂർണ്ണമായ വാക്സിനേഷൻ 85% ആൾക്കാർക്ക് നമ്മൾ കൊടുത്തതാണ്. ഇനിയും 15% ആൾക്കാർ പെൻഡിംഗ് ആണ്. നിങ്ങൾ ആ 15% ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടേൺ അനുസരിച്ച് അർഹത അനുസരിച്ച് വാക്സിനേഷൻ നിങ്ങൾ എടുക്കുക. 15 വയസ്സുള്ള മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടി വാക്സിനേഷൻ വളരെ നല്ല രീതിയിൽ പ്രയോഗത്തിലാണ്. 55% വാക്സിനേഷൻ ഫോർ കിഡ്സ് ഇൻ 15+ ഏജ് ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ജില്ലയിൽ അച്ചീവ് ചെയ്തതാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ഒരു അഭ്യർത്ഥന കൊടുക്കുകയാണ്. നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ എല്ലാം മാറ്റിവെക്കണം. വെള്ളിയാഴ്ച ശനിയാഴ്ച അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകരുത്. ഞായറാഴ്ച പൂർണ്ണമായ ലോക്ക്ഡൗൺ ആണ്. എസെൻഷ്യൽ ആക്ടിവിറ്റീസ് മാത്രമേ ഞായറാഴ്ച നമ്മൾ അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കുക. നിങ്ങളുടെ കുടുംബിനെ സംരക്ഷിക്കുക. ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും N95 മാസ്ക് ഉപയോഗിക്കുക. N95 മാസ്ക് കയ്യിൽ ഇല്ലെങ്കിൽ 2 സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുക. 2 സർജിക്കൽ മാസ്ക് ഇല്ലെങ്കിൽ 1 സർജിക്കൽ മാസ്ക്, അതിൻ്റെ ഉപ്പുറത്ത് ഒരു തുണി മാസ്ക്, 2 മാസ്ക് എന്തായാലും ധരിപ്പിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്യുക. ഓഫീസിലെ പോകുമ്പോൾ, ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ പൂർണ്ണമായ രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. നമുക്ക് ഈ മൂന്നാമത്തെ തരംഗമിലെ ഈ ഘട്ടത്തിലെ ജില്ലയിലെ ഇനിയും ഒരു 1 ആഴ്ച 2 ആഴ്ച കൂടുതലായിട്ട് നമ്പേഴ്സ് പോസിറ്റീവ് കേസസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹയോഗം കൊടുക്കണം. എല്ലാവർക്കും ഈ ആരോഗ്യ വകുപ്പിനായി പുറപ്പെടുത്തുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് രീതിയിൽ ഫോളോ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വയം നിയന്ത്രണമാണ്. എല്ലാ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തു പോകുക. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഒരു അഭ്യർത്ഥന ഉണ്ട്. നന്ദി, നമസ്കാരം.